1,00,000 ഐഡി അടിച്ചു കൊടുത്തു. 1,00,000 രൂപ. ഇവിടെ ഈ അലവിക്കുട്ടി എന്ന് പറഞ്ഞ ആളൊന്നും ചെയ്തു, ഇവിടെ ഓരും കൊടുത്തു 1,00,000 രൂപ. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ എന്താ കിട്ടും? ആലോചിച്ചോ കാണി. ഇവിടെ ബാബു സാർ എന്ത് കിട്ടും? 1,00,000 ബിസിനസ്. ബാബു സാറിന്റെ പാക്കേജ് എത്രയാണ്? 1,00,000. 1,00,000 കണ്ടോ? അപ്പൊ ബാബു സാറിന്റെ പാക്കേജ് 1,00,000 ആയതുകൊണ്ട് ബാബു സാർ 1,00,000 ബിസിനസ് ഇവിടെ കൊണ്ടുവരുമ്പോ എത്ര കിട്ടും? എത്ര കിട്ടും? 36,000. കാരണം ഇവിടെ ബാബു സാർ 1,00,000 ഐഡിയ കൊടുത്തപ്പോൾ എത്ര പ്രൊഡക്റ്റാ കിട്ടിയത്? 40 അല്ലേ? ഇവിടെ അലവിക്കുട്ടിക്കും 40 പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറെ ആള് വരണോ? ഇവിടെ പ്രൊഡക്റ്റ് ചെലവാണ് പൈസ കിട്ടാം അല്ലേ? എന്താ കിട്ടി? ഇവിടെ 40 എത്രയായി? അപ്പൊ ഇവിടെ എത്ര കിട്ടും? 36,000 കിട്ടും. 36,000 രൂപ 1,00,000 പാക്ക് കൊണ്ടുവന്ന ബാബു സാറിന് കിട്ടും. ബാബു സാറിന് ഓക്കെ. രണ്ടാമത്തെ ഒരാളിൽ നിന്ന് എത്ര കിട്ടും? 36,000 കിട്ടും. ക്ലിയർ ആണോ? പിന്നെന്തുണ്ട്? ഇവിടെ ഒരു ബൈനർ ഒത്തിട്ടുണ്ടല്ലേ? റൈറ്റും ലെഫ്റ്റും ബൈനർ ഒത്തില്ലേ? അപ്പൊ എത്ര കിട്ടുക? എങ്ങനെ? എന്താ കാരണം? 4 4 അല്ലേ? നന്നാല് 16,000 കിട്ടൂലേ? ഇവിടെ 40 ഇവിടെ 40 മാച്ച് ചെയ്തില്ലേ? അപ്പൊ ഒരു 16,000 ഇവിടുന്ന് കിട്ടും. ക്ലിയർ ഉണ്ടെന്നത്? ഇനിയോ? കഴിഞ്ഞില്ല. ഒരു കീയിങ് ബോണസ് എന്നത് ബാബു സാറൻ ചെയ്തു. ഇവിടെ ഈ ബിന്ദു മാഡത്തിനും അലവിക്കുട്ടിക്കും ഐഡി അടിച്ചു കൊടുത്തു. അതിനെന്ത് കിട്ടുന്നറിയോ? ഈ ബിന്ദു മാഡത്തിന് ഐഡി കൊടുത്തപ്പോ എന്ത് കിട്ടും? 3,000 രൂപ കിട്ടും. അലവിക്കുട്ടിക്ക് ഐഡി അടിച്ചു കൊടുത്തോണ്ടും നമ്മൾ നോക്കണം, 3 മിനിറ്റ് എടുത്തിട്ടില്ല ഒരു ഐഡി അടിച്ചു കൊടുക്കാന്. അതിനാണ് 3,000 കൊടുക്കേണ്ട കമ്പനി. ഇങ്ങനത്തെ കമ്പനികൾ ലോകത്ത് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല 26 കൊല്ലത്തിനുള്ളില്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 2 ഐഡി അടിച്ചു കൊടുത്തോണ്ട് 6,000 കിട്ടി. ഒരു ഐഡി അടിക്ക് 2-3 മിനിറ്റ് വേണ്ടിയുള്ളൂ. നിങ്ങൾ മൊബൈലിൽ ചെയ്യുക. അതിന് ശരി മാസ്റ്ററും സംസുധാരും തുല്യസാറിനെ ചെയ്തെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഒരാളുടെ അടുത്ത് പോയിട്ട് ബിസിനസ് പറഞ്ഞു, അയാൾ അപ്പം 1,00,000 തന്നു അല്ലെങ്കിൽ 10,000 തന്നു, നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ഐഡി അടിച്ചു കൊടുക്കാൻ അറിയണം. അത് നിങ്ങൾ പഠിച്ചണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക്ഷോപ്പ് ഇൻഷാല്ലാഹ് നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സമയം എടുത്ത് പറഞ്ഞ് പഠിപ്പിക്കും തരാം. നിങ്ങൾ ഓരോരുത്തരുടെ അടിയിലും ഞങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കി പഠിപ്പിച്ചു തരും. അതിന് ഈ സമയം പോരാ. മനസ്സിലായോ? ഇൻഷാല്ലാഹ് നമുക്ക് മറ്റേ ദിവസം ആക്കാം. നിങ്ങൾ നോക്കാം, ഇവിടെ കൂട്ടാക്കാൻ നിങ്ങള് ബാബു സാറിന്റെ പാക്കേജ് 1,00,000 ആയി. 1,00,000 2 ആളെ കൊണ്ടുവന്നപ്പോ എത്ര കിട്ടിയോ? എത്ര കിട്ടി? 94,000 രൂപ കിട്ടി. ഏത് കമ്പനിയിലാണ് 2,00,000 ബിസിനസ് കൊടുത്താൽ 94,000 കിട്ടുന്ന കമ്പനി? 26 കൊല്ലത്തിനിടയ്ക്ക് റഷീദിന് മാഷ് കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിരുന്നോ? നിങ്ങൾക്ക് പൈസ വേണോ? ഇവിടെ വാരി കോരിത്തരും. നിങ്ങളുടെ മൈൻഡ് നന്നായിക്കോളി. ഇവിടെ നിങ്ങൾ ആലോചിച്ചോ, ഏത് പാക്കേജാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളി. ഇതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലായിരിക്കും ഓരോന്നിന്റെയും. ഇതാണ് ഇതിന് വാരി കോരി തരുന്ന കമ്പനി. ഇന്ന് ലോകത്തുകൾ കാണിച്ചു തരൂല. ഞാനൊരു ഹിസ്റ്ററി അധ്യാപകനാണ്, അതുകൊണ്ട് നമ്മൾ ലോക ചരിത്രം പറയുന്നത്. വേൾഡ് ഹിസ്റ്ററി അധ്യാപകനെ ഞാന്, ഇന്ത്യൻ ഹിസ്റ്ററി അധ്യാപകനെ ഞാന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനത്തെ കമ്പനി കണ്ടിട്ടില്ല. നിരവധി MLM കമ്പനികൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ പാക്കേജ് ഇന്ന് ഞാൻ 1,00,000 പാക്കേജിലുള്ളത്. ഞാൻ ഡയമണ്ട് അച്ചീവറാണ്. മാത്രമല്ല ഞാൻ ഒരു തായ്ലൻഡ് അച്ചീവറും കൂടിയാണ്. ഈ 1-ാം തീയതി ഞാൻ തായ്ലൻഡിലേക്ക് പറക്കും. 31-ാം തീയതി ഞാൻ തായ്ലൻഡിലേക്ക് പറക്കും. നമ്മളെ കൂടെ ഈ ലീഡർ സംസു സാറിന്റെയും മുജീബ് സാറും അമ്പാടിന്റെയും കേരളത്തിൽ വന്ന ഇൻസ്പയർ എന്ന ടീമിൽ നിന്ന് ഞങ്ങൾ 11 ആൾ വർക്ക് ചെയ്ത് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന ഒരു ടീമിന്റെ കൂടെയാണ് നമ്മളുള്ളത്. ഇൻസ്പയർ എന്നാണ് കമ്പനി, അത് ആ അസോസിയേറ്റിന്റെ പേര്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ മനസ്സിലാക്കി ഈ അസോസിയേറ്റിനൊപ്പം നിങ്ങൾ കൂടെ നിൽക്കുക. എന്നാ നമുക്ക് രക്ഷപ്പെടാൻ. ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ ഉദ്ദേശിച്ചോ അത് നേടാൻ അവസരമാണ് ദിവാസീഖട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് നാളെ ഒരു വിജയം, നല്ലൊരു വിജയം ഉണ്ടാകട്ടെ. നാളെ നിങ്ങൾ